പാലക്കാടിന് ഉത്സവത്തിമിർപ്പായി മാറുകയാണ് എൻ്റെ കേരളം പ്രദർശന വിപണനമേള. 1,00,000-ലധികം ചതുരശ്ര അടിയിൽ നിരവധി സ്റ്റാളുകളുമായി പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലക്കാട് ജില്ലയിലുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ ഒരു ഡിസ്പ്ലേ ആണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ മെഡിക്കൽ കോളേജാണ് അതിൽ മെയിനായിട്ട് വെച്ചിരിക്കുന്ന ഇത്. കൂടാതെ നമ്മുടെ ആലപ്പുഴയിലെ പതാരം ബ്രിഡ്ജിനെ കുറിച്ചിട്ടുള്ള ഒരു മോഡലും ഇവിടെ നമ്മൾ എക്സ്പോ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്നുള്ള മെത്തേഡിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ് IoT സെൻസേഴ്സും ഉണ്ട്. ഇതിന് മേലെ AC യൂണിറ്റ് ഉണ്ട്, താഴെ ഒരു ടാങ്ക് ഉണ്ട്. ഇതിപ്പോൾ നമ്മളെ ഇറിഗേഷൻ എവറി 15 മിനിറ്റ്സ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യും. 15 മിനിറ്റ്സ് വെള്ളം ഈ ട്രെയിൽ നമ്മൾ വെള്ളം 3 ട്രെയിലും വെള്ളം ഉണ്ടാവും. താഴെ ടാങ്കിലും നമ്മൾ ന്യൂട്രിയൻസ് ആഡ് ചെയ്യും. ഇപ്പോൾ വൺസ് ആഡ് ചെയ്താൽ മതി. അത് കുറവുണ്ടെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീൻ ഉണ്ട്, അപ്പോൾ അതിൽ നോക്കിയാലും കാണാം. മൊബൈൽ ആപ്പും ഉണ്ട് ഞങ്ങൾക്ക്. അതുകൂടാതെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എന്നുള്ളതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. AC ഉണ്ട്, അതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ചൂടായി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും, തണുപ്പായി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ടാവും. പിന്നെ ആർട്ടിഫിഷ്യൽ സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് LED ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 9 to 6 ആണ് അതിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി 9 ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആവും, 6 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓഫ് ആവും. ജസ്റ്റ് ഒരു സൺലൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പം നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു US മാർക്കറ്റിംഗ് പ്രൈസ് ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ കേരളത്തിന്റെ ഭാഗമായിട്ട് പാലക്കാടിലെ ജനങ്ങളിലേക്ക് ഒരു നൂതന സാങ്കേതിക വിദ്യകളും ടെക്നോളജി പ്രോഡക്റ്റൊക്കെ അനുഭവവേദ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്, ഞങ്ങളും എക്സൈറ്റഡ് ആണ്. പ്രദർശന വിപണന മേളയിലെ ഏറ്റവും സുപ്രധാനമായ ആകർഷണങ്ങളിൽ ഒന്നാണ് ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ കേരള ജയിൽ വകുപ്പിന്റെയും അവരുടെ സ്റ്റോളുകളാണത്. ഇതിന്റെ പേര് ചെയർനോട്ട് എന്നാണ്. അതായത് നമ്മൾ ആഴം കൂടിയ കിണറുകളിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കുന്ന ഒരു രീതിയാണിത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ വിവിധ തരം കെട്ടുകളിൽപ്പെട്ട ഒരു കെട്ടാണ് ഈ ചെയർനോട്ട് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു ഡെമോ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിൽ വകുപ്പിന്റെ സ്റ്റാളിലാണ് നമ്മളുള്ളത്. ജയിൽ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ജയിലാണ്, സെല്ലാണ് ഈ കാണുന്നത്. അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? സെല്ലൊക്കെ അടയ്ക്കാം, പൂട്ടാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സാർ നമുക്ക് ഇതിനകത്തേക്ക് കയറാമല്ലോ അല്ലേ? സാർ ഒന്നൊന്ന് വിശദീകരിച്ചു തരും എന്താണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന്. ഇതിനകത്ത് നമ്മളൊരു സെല്ലിൽ നിൽക്കുന്നത് പോലെ നമുക്ക് നിൽക്കാം, എന്നിട്ട് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്ത് പോവാം. സാധാരണ ആളുകൾ ആരും തന്നെ ജയിലിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷെ എന്താണ് നിങ്ങൾ ഈ ഒരു സ്റ്റാളോട് ഉദ്ദേശിച്ചത്? സ്റ്റാൾ കൊണ്ട് ജയിലിലെ പൊതുജനങ്ങൾക്ക് ഒരു കാഴ്ചയായിട്ട് ഇത്ര ജനങ്ങൾക്ക് സർക്കാർ സൗകര്യപ്രദമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആയുഷ് വകുപ്പിന്റെ നാഷണൽ ആയുഷ് മിഷനും കൂടെ സ്റ്റോളാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ദിവസം 2 സ്പെഷ്യൽ OPകൾ വെച്ചിട്ടുണ്ട്. ഒരു ഹോമിയോപ്പതിയുടെ സ്പെഷ്യൽ OPയും ഒരു ആയുർവേദത്തിന്റെ സ്പെഷ്യൽ OPയും വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ആയുർവേദ മരുന്ന് പെട്ടി, ആയുർവേദ മരുന്നുകളെ പരിചയപ്പെടുത്തുന്ന ഒരു ആയുർവേദ മരുന്ന് പെട്ടി. യോഗയുടെ ഒരു സംവിധാനം അതെങ്ങനെയാണ്? യോഗ നമുക്കിപ്പോൾ ജില്ലയിൽ സംസ്ഥാനത്ത് 700 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉണ്ട്. അതിൽ 54 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പാലക്കാട് ജില്ലയിലാണ്. 54 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ യോഗ ഇൻസ്ട്രക്ടേഴ്സ് അവരുടെ സേവനമുണ്ട്. കായിക കേരളം എന്ന് പറഞ്ഞാൽ കായിക വകുപ്പിന്റെ സ്റ്റാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാത്തരം പരിശീലനങ്ങളും നൽകുന്ന കാഴ്ചയാണ് കാണുന്നത്. കുട്ടികൾ അമ്പയത്തിലൊക്കെ പരിശീലനം കൊടുക്കുന്നുണ്ട്. എല്ലാത്തരം പരിശീലനങ്ങളും കുട്ടികൾക്ക് നൽകുന്നുണ്ട് സൗജന്യമായി തന്നെ. ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഈ ആർച്ചറി, ഡാർട്ട് ത്രോ, പിന്നെ നമ്മൾ അവിടെ BMIയുടെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഒത്തിരി ആൾക്കാർ ഇൻട്രസ്റ്റ് എടുത്ത് വരുന്നുണ്ട്. ആളുകളുടെ പ്രതികരണം കൂടി നമുക്ക് വിലപ്പെട്ടതാണ്. എങ്ങനെയുണ്ട് മേള? അടിപൊളി, സൂപ്പർ. ഇത് അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് പിന്നെയും കുട്ടികളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്.
എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്ന ഒന്നാണ് കേരള പോലീസ് ഡോഗിന്റെ അഭ്യാസ പ്രകടനങ്ങൾ, അവരുടെ ഡോഗ് ഷോ. 3 ട്രേഡിലാണ് പാലക്കാട് ജില്ലയിലെ ഡോഗ്സ് ഉള്ളത്. ഒന്ന് എക്സ്പ്ലോസീവ് വിഭാഗത്തിലും നാർക്കോട്ടിക് വിഭാഗത്തിലും ട്രാക്കർ വിഭാഗത്തിലും. ഹാർലി ഇതൊരു സ്റ്റാർ ഡോഗാണ്. കാരണം ഞങ്ങളൊക്കെ കണ്ടത് ചെന്താമരയുടെ കേസിലാണ് ഏറ്റവും കൂടുതൽ ഒരു നിർണായകമായ തുമ്പുണ്ടായി കൊടുത്തത്. എങ്ങനെയുണ്ട് ഈ ഒരു പുള്ളിക്കാരൻ്റെ ഒരു പ്രകടനം ഇപ്പോൾ 4 വയസ്സാകുന്നുണ്ട്. നിരവധി കേസുകളിൽ 5-6 കേസുകളിൽ ഏകദേശം ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ഹാർലിക്ക് കഴിഞ്ഞതിൽ നമുക്കത് അഭിമാനമുണ്ട്. എൻ്റെ കേരളം പ്രദർശന വിപണന മേള പാലക്കാട് സജീവമായി പുരോഗമിക്കുമ്പോൾ ഒരു ദിവസം മുഴുവൻ കണ്ടു തീർക്കാനാകാത്തത് ഉണ്ട്. അത് വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കാണാൻ ഇനിയും ഏറെയുണ്ട്. സർക്കാർ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. 10-ാം തീയതി വരെയാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ഇനിയും ആകർഷണീയമായ ഒരുപാട് കാഴ്ചകളുണ്ട്. അത് നേരിൽ വന്ന് ആസ്വദിക്കുക തന്നെ വേണം. ശ്രീകുമാരൻ, 24 പാലക്കാട്.